ഈ പൊടി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2.25 കപ്പ് വെള്ളം വേണം. ഇതൊരു ഏകദേശം കണക്കാണ്. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പാലപ്പത്തിന്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ 3 കപ്പ് പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം ഇത് പഞ്ചസാര പാനി ആകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു 12 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഈ ഏലക്കായ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ലഡുവിന്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ബൂന്തിയാണ് ഉണ്ടാകുന്നത്. ആ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഓട്ടയുള്ളൊരു പാത്രം വേണം. ഞാനിവിടെ എടുത്തേക്കുന്നത് പിസ്സ പാനാണ് എടുത്തേക്കുന്നത്. എടുക്കുമ്പോൾ ചെറിയ ഹോളുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത്. അത് നമ്മുടെ വീട്ടിലുള്ള എന്ത് ചെറിയ ഹോളുള്ള പാത്രം വേണമെങ്കിലും വെച്ച് ഇതുണ്ടാക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതേപോലെ ലഡു ആക്കാന്ന്. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കടലപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് കടലപ്പൊടി ചേർക്കാം. ഈ പൊടിയിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ 2.25 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടിയും ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് 2.25 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ ചൂടായ പാനിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഓട്ടയുള്ള പാത്രത്തിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിക്കാം. ഈ ബൂന്തി ഉണ്ടാക്കുന്ന പാത്രം ഈ പാൻ്റെ കറക്റ്റ് സൈസ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ഞാനിങ്ങനെ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ബൂന്തി ഉണ്ടാക്കുന്ന പാത്രം നമ്മൾ കയ്യിൽ പിടിച്ചാൽ മതി. ഈ ബൂന്തി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വേണം പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബൂന്തി വറുത്തെടുക്കുമ്പോൾ ബൂന്തി വെന്ത വഴിക്ക് തന്നെ ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇത് കുറേ നേരം എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കരുത്. അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ബൂന്തി ഭയങ്കര ഹാർഡായി പോകും. ഈ ബൂന്തി വെന്തിട്ടുണ്ട്. ഇതെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ലഡുവിന് നല്ലൊരു യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യാം. പക്ഷേ ആ ഫുഡ് കളർ ആഡ് ചെയ്തില്ലെങ്കിലും ഈ കടലപ്പൊടിക്ക് നല്ലൊരു യെല്ലോ കളർ ഉണ്ട്. ഇപ്പോൾ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ എപ്പോഴും നല്ല ഹോട്ടായിട്ടിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര പാനി ഉണ്ടാക്കാം. ഈ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർക്കാം. ഞാൻ ഇതിലേക്ക് 3 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് തീ ഓണാക്കാം. പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സ്പൂണിലെടുത്തിട്ട് ഇതിങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ കൂടുതലെടുത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ നൂല് പോലെ വീഴണം. ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഇതിങ്ങനെ ഒരേ ഡ്രോപ്പായിട്ട് വീഴണം. അത് ആ നൂൽപ്പരുവത്തിൻ്റെയും ഡ്രോപ്പായിട്ട് വീഴുന്നതിൻ്റെയും നടുക്കായിട്ട് നിൽക്കണം. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായുടെ പൊടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇപ്പോൾ ബൂന്തിയും പഞ്ചസാര പാനിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലഡു മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ പഞ്ചസാര പാനി കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഈ പഞ്ചസാര പാനി നല്ല ചൂടോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ ബൂന്തി ചേർക്കണം. പഞ്ചസാര പാനി ചൂടാറി പോവരുത്. ഇതിലേക്ക് ബൂന്തി ചേർക്കാം. ബൂന്തി ചേർക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർക്കണ്ട. ആദ്യം ഇതിൽ നിന്നൊരു 1/4 ഭാഗം ചേർത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ പഞ്ചസാര പാനി തികയാണ്ട് വരും. അത് നമുക്ക് കറക്റ്റായിട്ടുള്ള പഞ്ചസാര പാനിയുടെ അളവ് പറയാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ അത് ശരിയായി വരില്ല. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് പഞ്ചസാര പാനി ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ബൂന്തി കൂടിയും ചേർക്കാം. ആ പഞ്ചസാര പാനി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ലഡു നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം 1/4 ഭാഗം ചേർക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ പഞ്ചസാര പാനിയിലേക്ക് ഈ മിക്സ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ മിക്സ് പതുക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ പിടിച്ച് ഉരുട്ടാൻ പാകത്തിനുള്ള ചൂടാവുമ്പോൾ തന്നെ ഇതെടുത്തിട്ട് ഉരുട്ടിയെടുക്കണം. ഇതിനകത്തുനിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാം. കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഉണക്കമുന്തിരി വയ്ക്കാം. ഇതിലേക്ക് കാഷ്നട്ട് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ട് മിക്സ് ചെയ്യുക. ഞാൻ കാഷ്നട്ട് മിക്സ് ചെയ്യണില്ല. ഇതേപോലെ എല്ലാവരും ഇങ്ങനെ തന്നെ ഉരുട്ടിയെടുക്കുക. ഇപ്പം ലഡു റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതേപോലെ തന്നെയാണ് ജിലേബി. ജിലേബി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ജിലേബി ആയിരുന്നാലും ലഡു ആയിരുന്നാലും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ നേരം എണ്ണയിലിട്ടിട്ട് വറുക്കരുത്. കൂടുതൽ നേരം എണ്ണയിലിട്ടിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ ഈ ലഡുവും ജിലേബിയൊക്കെയും ഭയങ്കര ഹാർഡായിപ്പോവും.